ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ചോദിച്ചോളൂ. ഇത് ഏതായാലും റെക്കോർഡ് നിങ്ങൾക്ക് അറിയണമാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലുണ്ടാവും. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ, എന്തായിരുന്നു? അതായത് എനിക്ക് ഒരുപാട് സംഗതികൾ ചെയ്തതിന്റെ ഫലമായിട്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ആ സാമ്പത്തിക നഷ്ടമൊക്കെ എന്റെ അടുത്തുനിന്ന് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് ആളുകളുടെ അടുത്തുനിന്നൊക്കെ എനിക്ക് പൈസ തിരിച്ചു പിടിക്കണം. എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഞാൻ എപ്പോഴും മീറ്റിംഗ് വിളിച്ചാലും വളരെ നൈസായിട്ട് അവരെന്താക്കും, ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് വളരെ നൈസായിട്ട് അവര് ഊരിപ്പോയിക്കാളും. അപ്പം ഇത് എനിക്ക് വലിയൊരു സ്ട്രഗിളാണ് എന്റെ മുമ്പിലുള്ളത്. അതായത് എനിക്ക് ഇതിന്റെ പേരിൽ ഒരുപാട്, ഏകദേശം കോടിക്കണക്കിന് ഉറുപ്പ് എനിക്ക് എന്തായിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കിതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം. പക്ഷെ എനിക്ക് ആളുകൾ എന്താക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതായത് വളരെ സത്യം ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പറയാം, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാര്യങ്ങൾ പ്രവർത്തിക്കാം. ഇതിനെ നമ്മൾ എങ്ങനെ നേരിടും? ഒരാളെ വേഷം കണ്ടിട്ട് ഒരിക്കലും ഒരാള് വിശ്വസിക്കാൻ പാടുണ്ടോ? പറ്റൂല. വലിയ താടി വെച്ചിട്ടുള്ള ആളാണെങ്കിൽ പോലും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അറിയില്ലേ? തീർച്ചയായിട്ടും പറ്റില്ല. ഓക്കെ, മുഖത്ത് എന്തെങ്കിലും മാർക്കുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, നല്ല മനുഷ്യന്റെ മാർക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വിചാരിച്ച് ആളെ വിശ്വസിക്കണമെന്നുണ്ടോ? ആ ട്രാപ്പിലാണ് ഞാൻ കുടുങ്ങിയത്. അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പുസ്തകങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിൽ പ്രമാണങ്ങളിലൊക്കെ പറഞ്ഞില്ല. അത് ഞാൻ ഏതാണെന്നൊന്നും പറയാൻ പോകുന്നില്ല ഇവിടെ. ഒരു വ്യക്തിനെ കണ്ടിട്ട് ആ വ്യക്തി സ്ഥിരമായിട്ട് നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ഒരു വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്യണ്ടാവും, അത് നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും, പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു വ്യക്തിനെ വിശ്വസിക്കാൻ പാടില്ല എന്നാ. ശരിയല്ലേ? അപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ നല്ല ഇതായിരിക്കും, നിങ്ങൾ കാണുമ്പോഴൊക്കെ നല്ലതായിരിക്കും അല്ലേ? നിങ്ങൾ കാണുമ്പോഴൊക്കെ നല്ലതായിരിക്കും, അല്ലെ? നിങ്ങളോട് സംസാരിക്കും, നിങ്ങളോട് പെരുമാറുമ്പോഴൊക്കെ നല്ലതായിരിക്കും. അത് വിചാരിച്ച് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം നല്ലതെന്നുള്ളത് അവർക്ക് അവരെ ക്രിയേറ്ററിന് മാത്രമേ അറിയുള്ളൂ. അതെ അതെ അല്ലേ? അല്ല, നമുക്ക് അറിയണ്ടാവില്ല. ചിലപ്പോൾ ഒരുമിച്ച് താമസിക്കാൻ ചിലപ്പം ഭാര്യയ്ക്ക് പോലും അറിയണ്ടാവില്ല. തീർച്ചയായിട്ടും ശരിയല്ലേ? കാരണം നമ്മൾ ഒരുമിച്ച് ജീവിക്കണ്ടാവും, പക്ഷെ അതുപോലെ നമ്മളെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഒരുപാട് അങ്ങനത്തെ കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഭാര്യമാർ വന്നിട്ട് ഭർത്താക്കന്മാരെ പറ്റി പറഞ്ഞത്, ഭർത്താക്കന്മാർ വന്നിട്ട് ഭാര്യമാരെ പറ്റി പറഞ്ഞ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അവർ വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അവരുടെ ഉള്ളിൽ കൂടെ പോകണം എന്താണെന്നുള്ള അവർക്കറിയില്ല, മറ്റാൾക്കറിയില്ല. ശരി. അപ്പൊ ആ സ്ഥിതിക്ക് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയണ്ടാവില്ല ഈ പണം വാങ്ങിച്ച ആൾക്കാരെ എന്തിനാ വാങ്ങിച്ചെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ അവര് പറ്റിക്കുക ചെയ്ത്, അല്ലെങ്കിൽ അവര് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പണം വാങ്ങിച്ചെന്നുള്ള. കാരണം നിങ്ങളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്നുള്ള അവർക്കറിയണ്ടാവും. നിങ്ങൾക്ക് അറിയണ്ടാവില്ല. എപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല അവർ പറ്റിച്ചാന്നുള്ളത്. ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അവർ പണമില്ലാത്ത കാരണമല്ല ഞാൻ കൊടുത്തതെന്നുള്ള തോന്നല് വരുത്തി തീർത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് അവരെ ഓരോരോ ടെക്നിക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് കിട്ടുന്നുള്ള തോന്നുന്നുണ്ട്, വലിയ വിശ്വാസമുണ്ട്. 0 to 10 കിട്ടുന്നുള്ള വിശ്വാസമുണ്ട്. 0 to 10 ഒരു 9 വരെ പ്രതീക്ഷയുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവര് പറ്റിച്ചതല്ല, അവർക്ക് സാഹചര്യം കാരണമാണോ അവർ തരാത്തത്? സാഹചര്യം കാരണത്താലാണ് തരാത്തത്. അതായത് അത് എന്താ വെച്ചാല് ടൈം ഇങ്ങനെ നീണ്ടു പോവാണ്. പക്ഷെ അവര് പറയുന്ന സമയങ്ങളൊക്കെ തെറ്റി പോവാണ്. അതെവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങള്? തീർച്ചയായിട്ടും എഴുതി വെച്ചിട്ടുണ്ട്. അത് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് അറിയാവോ? അത് അവർക്കും അറിയാം. ഓക്കെ, എന്നിട്ടും അവർ മാറ്റങ്ങളൊന്നും വരുത്തില്ല. ഇതിൽ വേറൊരു തേർഡ് പാർട്ടിനെ ആരെയും വിളിച്ചിരുന്നു? അവർ കുറച്ചും കൂടെ രണ്ടുപേരും അംഗീകരിക്കുന്ന ആരെങ്കിലും തേർഡ് പാർട്ടിനെ കൊടുത്തിരുന്നു നിങ്ങൾ? തേർഡ് പാർട്ടിനെ ഇതുവരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, അത് കൊണ്ടുവരണ്ടേ അല്ലേ? നിങ്ങൾ തോന്നുന്നുണ്ട് അവിടെ, അതായത് കാരണന്മാരെന്നൊക്കെ പറയില്ലേ, നല്ല കാരണം 2 പാർട്ടി നിങ്ങൾക്കും അവർക്കും ബഹുമാനിക്കുന്നതും അംഗീകരിക്കുന്ന അങ്ങനത്തെ ഒരാള്. ഇവർക്ക് തോന്നുന്നുണ്ട് ഈ ഒരു കാര്യം നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ മോശം എന്നുള്ള ഇവർക്ക് തോന്നുന്നുണ്ടോ? അതുണ്ട്.
ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇത് എത്ര കാലമായിട്ട് എന്ത് മാറ്റി മാറ്റി പോണത് ഈ ഡേറ്റ്സ്? അതായത് 4 കക്ഷികളുണ്ട്. 4 കക്ഷികൾ, ഒരാള് 4 വർഷമായി, ഒരാൾ 1 4 വർഷമായി. വർഷം മുമ്പ് തരണ്ട? 4 വർഷം മുമ്പ് തരണ്ട? യാ, അത് ഡേറ്റ് ഒക്കെ എഴുതിക്കണം. 4 വർഷം മുമ്പത്തെ ഡേറ്റ് ആണോ എഴുതിയിട്ടുള്ളത്? എല്ലാം ഉണ്ട്. കോൺട്രാക്ട് അഗ്രിമെന്റ് സൈൻ എല്ലാം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു നല്ലൊരാളായിട്ട് ആദ്യം കണ്ടിട്ട് അത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ആ പണം വേണ്ടാന്ന് വെക്കണ്ടോ? അങ്ങനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വഴി നിങ്ങൾക്ക് കൊടുത്തൂടെ? നല്ല വഴി ഒരുപാട് സ്വീകരിച്ചു, പക്ഷെ അദ്ദേഹം പിടുത്തം തരുന്നില്ല. പിടുത്തം എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ മീനിങ്? എന്താ അതായത് പിടുത്തം തരുന്നില്ല എന്ന് വെച്ചാൽ ഒരു സദസ്സിലേക്കൊന്നും കടന്നു വരില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു അടുത്ത സദസ്സിൽ വരും എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന് എന്താ വെച്ചാല്, അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല്, സദസ്സിൽ വന്നാല് എന്റെ എല്ലാ വിലയും നിലയും നഷ്ടപ്പെടും. അപ്പൊ അങ്ങനത്തെ ആള് നിങ്ങളുടെ ഇപ്പൊ ആ വ്യക്തി ആ സെൽഫായിട്ടുള്ള മാത്രം നോക്കണം, സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കണം, ശരിയല്ലേ? അതെ അതെ. നിങ്ങളിപ്പോ ലീപ്പിലൊരു മെമ്പർ ആണല്ലോ. അതെ. നിങ്ങൾക്ക് അറിയാലോ നോന്ന് ചില സ്ഥലത്ത് പറയണമെന്ന് നിങ്ങൾക്ക് അറിയില്ല, ആസ് എ ലീഡർ പറയണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതെ, അറിയാം. അപ്പൊ ചില സ്ഥലത്ത് നമുക്ക് സ്റ്റാൻഡ് എടുക്കണ്ടേ? എടുക്കണം. അപ്പോൾ സ്റ്റാൻഡ് എടുക്കാൻ നിങ്ങൾ റെഡിയാണോ? ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചു, അപ്പോൾ ഇതിനൊരു ഒരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആ പണം ആഗ്രഹമുണ്ട് എങ്കിൽ റെഡി ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും പോകേണ്ടത് കോടതിയിലേക്ക്, കോർട്ടിൽ പോവാം. കോർട്ടിൽ പോക്ക് അവന്റെയും കൂടി ആവശ്യമാണ്. എന്താ വെച്ചാല് കാരണം എന്താ വെച്ചാല് കോർട്ടിൽ പോയാല് ഓനക്കറിയാം അത് എത്ര കൊല്ലം വേണമെങ്കിലും എന്താക്കാം, നീട്ടി വലിച്ചു കൊണ്ടുപോകാന്നുള്ള. അപ്പൊ അങ്ങനത്തെ മനസ്ഥിതിയുള്ള ഒരാളാണത്. യാ, അതുകൊണ്ടാണ് അവന്റെ ചെക്ക് ഉണ്ട്, അവന്റെ പേപ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. അതായത് പൈസ തരാൻ 4-5 ആളുകളുണ്ട്. അതിൽ 2 ആളെ ചെക്കിന്റെ കയ്യിലുണ്ട്. ഇഷ്ടംപോലെ ഒരുത്തന്റെ 4 ചെക്കും 3 ചെക്കും എന്റെ കയ്യിലുണ്ട്. ഡേറ്റ് ഒന്നും എഴുതാത്ത. പക്ഷെ നമ്മൾ കോടതിയിൽ പോക്കും അതിന്റെ ആവശ്യമാണ്. എന്നുവെച്ചാല് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കോടതിയിൽ പോകേണ്ടത്. എന്തിനാ നിങ്ങൾ കൊടുത്തല്ല? ബിസിനസ്സിന്, നിങ്ങളുടെ ഒരുമിച്ചുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് എന്തിനാണ് കൊടുത്തല്ല? അവർക്കുള്ള എന്തെങ്കിലും ഇതിനു വേണ്ടി ക്യാഷ് നിങ്ങളെ ഹെൽപ്പ് ചെയ്താണോ? അതായത് അവന്റെ ഒരു സാഹചര്യം നോക്കിയിട്ട് ഞാനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താണ്. അപ്പൊ ഇത് നിങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളുടെ ഒരാളായി മാറി. അതാണ് വിഷയം. അതായത് ഏറ്റവും നല്ല സുഹൃത്ത് എന്നൊന്നും പറയാനില്ല, പക്ഷെ എന്റെ ഒരു സുഹൃത്തിന്റെ കെയർ ഓഫിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൊടുത്തത്. ഇതൊന്നും ചെയ്ത് എത്ര പേർക്ക് മനസ്സിലാവേണ്ടത്? ഇങ്ങനത്തെ ഇതിലൊന്നും പെടരുത് നിങ്ങൾ. ഈ പൈസ ചോദിച്ചാൽ എന്റെ അടുത്ത് ഇപ്പൊ ആര് തന്നെ എന്റെ കുടുംബക്കാർ വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കാറില്ല. ഞാൻ നിർത്തി, എന്റെ കൈയൊക്കെ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ ഈ ചോദ്യം ഞാൻ ചോദിച്ചത്. ഇനി വേറെ ആർക്കും ഈ ഗതികേട് വരരുതെന്ന് വിചാരിച്ചിട്ട്. ഇല്ല, എന്റെ ഏറ്റവും വലിയ അവസാനത്തെ പൊള്ളൽ 2001 അത് സൂപ്പർ പൊള്ളലായിരുന്നു. എനിക്ക് നാടിനെ വിട്ട് പോകേണ്ടി വന്നു. അങ്ങനത്തെ പൊള്ളലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നിർത്തി. ആര് തന്നെ ചിരിച്ച് വന്നാൽ എനിക്കറിയാത്ത പൈസ ചോദിക്കാൻ വരും, ഞാൻ അങ്ങോട്ട് പറയും ഞാൻ തരാൻ പോകണില്ല കേട്ടോ, നിന്റെ അടുത്ത് ഉണ്ട് പക്ഷെ ഞാൻ തരാൻ പോകണില്ല. കാരണം ആ ഒരു ബന്ധം അതോട് മുറിയും. അപ്പൊ നിങ്ങൾക്ക് വന്നത് അത് തന്നെയാണ്, ബന്ധം മുറിഞ്ഞാണിത് അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ കോടതി എന്തായാലും കിട്ടില്ല നിങ്ങൾക്ക് ഉറപ്പാണോ? കോടതിയിൽ പോക്ക് അവന്റെ ആവശ്യമാണ്. അതല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്? നിങ്ങളിപ്പോ കിട്ടൂല എന്ന് ഉറപ്പൊന്നുമില്ല, കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പൊ പിന്നെ ഇയാള് കോടതി പോകണമെന്ന് പറഞ്ഞ നിങ്ങൾ എന്താ? കോടതിയിൽ അവന്റെ ആവശ്യം എന്ന് പറഞ്ഞാല് അവനക്ക് എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാലോ. നമ്മൾ പിന്നെ അവന്റെ പിന്നാലെ ആളെ അയക്കൂല. ഇപ്പൊ നമ്മള് ഇടക്കിടക്ക് അവനെ കോണ്ടാക്ട് ചെയ്യാൻ. ഇയാൾക്ക് സാമ്പത്തിക ശേഷിയുള്ള ആളാണോ? സാമ്പത്തിക ശേഷി ഉണ്ടോന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. പക്ഷെ പുള്ളിക്കാരന് പറയുന്നുണ്ട് അവിടെ പ്രോപ്പർട്ടി ഇന്റതാണ്, അവിടെ പ്രോപ്പർട്ടി ഇന്റതാണ്. പക്ഷെ റെക്കോർഡിക്കൽ ഇവന്റെ പേരിലൊന്നുമില്ല. അപ്പൊ കിട്ടാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ? കാരണം സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ? കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാല് അവൻ പറയുന്നുണ്ട് എന്റെ 2-3 പ്രോപ്പർട്ടിയാണ്, അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് തരാൻ പറ്റുള്ളൂ. പക്ഷെ അത് അവന്റേതാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ കണ്ണും ചിമ്പി ആ വ്യക്തിനെ വിശ്വസിച്ചെന്നുള്ള? അതായത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ത്രൂല് വിശ്വസിച്ചു. അത് തന്നെ. ഈ ഫ്രണ്ട് ഇപ്പൊ എവിടെയാണ്? ഫ്രണ്ട് അവര് എൻജോയ് ചെയ്യണ്ടോ അവരെ ലൈഫ്? നിങ്ങളാ കുടിക്കുന്നത് ഇതില്? അതെ, മനസ്സിലായില്ല. ഇവിടെ ഒരുപാട് കേസുണ്ട്, എനിക്കറിയുന്ന കേസുണ്ട്. ഇവിടെ ഒരു തിരൂർ തന്നെ, ഇപ്പൊ ഞാൻ തിരൂരാണെന്ന് നിങ്ങൾക്കറിയാം. തിരൂർ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്ക് ഓരോരുത്തർ ഫ്രണ്ട്സ് പോയിട്ട് കൻവാസ് ചെയ്തിട്ട് ആ ഷോപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അവസാനം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഷോപ്പിലെ ബിസിനസ് കോടികളായിട്ട് അവർ മുങ്ങിയപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്സ് അവരാണ് ഇപ്പൊ കുടുങ്ങിയത്. കാരണം അവർ പറഞ്ഞിട്ടാണ് മറ്റൊരു ചെയ്തിട്ടുള്ളത്. എനിക്ക് 2001 വന്നിട്ടുള്ള സംഭവം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ട് വേറെ ആൾക്കാരെ കൊണ്ട് ഞാൻ ഒരു ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. അത് UK ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ആ UK ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ കള്ളത്തരാന്ന് എനിക്കറിയില്ലായിരുന്നു. അവർ മുങ്ങി.
അവർ മുങ്ങിയപ്പോൾ എൻ്റെ അതിലേക്ക് പൈസ അടച്ച ഒരുപാട് ആൾക്കാരെ പൈസ പോയി. അവസാനം ഞാനാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തത്. കാരണം എനിക്കൊരു റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറയും 1 മാസം എനിക്ക് തരണം. 1 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ UK നിന്നുണ്ട്, എൻ്റെ ബാർക്ലേസ് അക്കൗണ്ട് ഉണ്ട് UK അതിന്ന് ഞാൻ വിഡ്രോ എടുത്തിട്ട് എല്ലാവരും ഞാൻ ക്ലിയർ ചെയ്തു. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊടുത്തത്, ശരിയല്ലേ? അപ്പൊ ശരിക്കും നിങ്ങളെ സുഹൃത്താണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ആ വ്യക്തി എന്താ പറഞ്ഞത് നിങ്ങളോട്? ആ സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാല് അവനിന്റെ കൂടെ മറ്റവനെ വിളിച്ചിട്ട് മീറ്റിംഗ് ഒക്കെ ഇരിക്കുമ്പോൾ സുഹൃത്ത് ഇങ്ങനെ പൈസ കൊടുക്കണം എന്ന് ആവശ്യപ്പെടും. സുഹൃത്തിന്റെ കയ്യിൽ എടുത്തു തരാനില്ല, അതാണ് വിഷയം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കോടതിയിൽ പോയിട്ടില്ലെങ്കിൽ ഇത് കിട്ടും എന്നുള്ള ഉറപ്പാണോ നിങ്ങൾക്ക്? ഈ 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും 2 വർഷത്തിനുള്ളിൽ 3 വർഷത്തിനുള്ളിൽ കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ? അത് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഉറപ്പുണ്ട്. പിന്നെ അതിൽ വിശ്വസിക്കാനും പിന്നെ ഒന്നും ചെയ്യാതെ പിന്നെ കാത്തിക്കണ്ടി നിങ്ങൾ. പിന്നെ നിവർത്തിയില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ വിശ്വാസം തെറ്റിക്കാതിരിക്കുക, പിന്നെ കോടതിയിൽ പോകാതിരിക്കുന്നതല്ല. നിങ്ങൾ അവിടെ അത് വിശ്വസിച്ചിരിക്കുക, കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത്തരം ആളുകളെ ഇനി നമുക്ക്, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ കുറെ ആളുകളുണ്ടല്ലോ, ഇനി ആ ആളുകളെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരുപാട് മെത്തേഡ്സുകൾ ഇപ്പൊ ലീപ്പിൽ വന്നതിന് ശേഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ലീപ്പിൽ വരുന്നതിന് മുമ്പാണ് ഇതൊക്കെ സംഭവിച്ചത്. ലീപ്പിൽ വന്നതിന് ശേഷം ഇനി ഒരു സാമ്പത്തിക പോളിസിയിൽ ഇനി നമ്മൾ ബന്ധപ്പെട്ടുകൂടാന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇപ്പൊ നമ്മളൊരു ബൗണ്ടറി എന്താക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി. അതെ, ഇനിയിപ്പോ സൻസയ് പറഞ്ഞ പോലെ നോ പറയേണ്ട അടുത്ത് കറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്നിട്ട് ഒഴിവാക്കി വിടാന്നുള്ള ഒരു സിസ്റ്റം കീപ്പ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. ഞാൻ ധൈര്യത്തിൽ പറയട്ടോ, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ധൈര്യത്തിൽ പറയും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. ഞാൻ പറയും എൻ്റെ അടുത്ത് ഞാൻ ഇല്ലയെന്ന് പറയില്ല, കാരണം ഇല്ലയെന്ന് പറഞ്ഞാൽ അത് കളവാണ്. ഞാൻ കളവ് പറഞ്ഞ ആളല്ല, അത് കറക്റ്റായി ഞാൻ പറയും. ഞാൻ കളവ് പറയാൻ ആഗ്രഹിക്കില്ല, എൻ്റെ അടുത്തുണ്ട്, പക്ഷെ ഞാൻ തരില്ല. കാരണം കടങ്ങളായിട്ട് ഞാൻ തരില്ല, അത് ആള് വളരെ കൃത്യമായിട്ട് ഞാൻ പറയും. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ആരും ചോദിക്കാനും വരില്ലല്ലോ. ഒന്നാമത്തെ ചോദിക്കാൻ വരില്ല, രണ്ടാമത്തെ ടൗണിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഈ പ്രശ്നം വരില്ല. എൻ്റെ ബ്രദർ എപ്പോഴും പറഞ്ഞു ടൗണിലേക്ക് ഇറങ്ങാൻ വയ്യ, ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കടം ചോദിക്കാൻ ആൾക്കാരുള്ളൂ എന്ന് പറയും. അപ്പൊ ഞാൻ എന്തായാലും ടൗണിലേക്ക് പോകുന്ന ആളല്ല, അപ്പൊ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുമില്ല. പിന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, പാവപ്പെട്ട ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സിസ്റ്റം ഞങ്ങളുടെ അടുത്ത്, എൻ്റെ അടുത്തുണ്ടോ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചോദിക്കുകയാണെങ്കിൽ അവർ എത്രയാണ് ചോദിക്കുന്നത്, ഞാൻ പറയും ഈ ബന്ധം മുറിയരുത്, ഞാൻ അത് കടനായിട്ട് തരുന്നില്ല, പക്ഷെ അതിനേക്കാളും ചെറിയൊരു തുക ഞാൻ എൻ്റെ വകയായിട്ട് തരാം. മനസ്സിലാവുണ്ടോ? എൻ്റെ വകയായിട്ട് ഞാൻ തരാം, തിരിച്ചു തരണ്ട. അത് എൻ്റെ വക, ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അത് ഞാൻ തരുന്നത് എനിക്ക് തിരിച്ചു തരണ്ട. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല അവരിട്ട് പിന്നെ ഒരിക്കലും നമ്മളെടുത്ത് ചോദിക്കാനും വരില്ല. ആ ബന്ധം അതേപോലെ നിലനിൽക്കും ചെയ്യും. അത് പല പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ബന്ധങ്ങൾ എപ്പോഴും നന്നായിട്ടേ ഉള്ളൂ കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ ചോദിച്ചിട്ട് വരുമ്പം പാവപ്പെട്ട ആൾക്കാരാട്ടോ ചോദിച്ചു വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ കണ്ടറിഞ്ഞിട്ട് തന്നെ ഞാൻ പറയും എൻ്റെ അടുത്ത് ഞാൻ കടമായിട്ട് തരുന്നില്ല, കാരണം ആ ബന്ധം മുറിയണ്ട. അങ്ങനെ പറയുമ്പോൾ അവർക്ക് ആ റെസ്പെക്റ്റും കൂട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നോന്ന് പറഞ്ഞ സ്ഥലത്ത് നോന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് 3 കാര്യങ്ങൾ നിങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ എന്തായിരിക്കും? അടുത്ത കാര്യം ചോദിച്ചപ്പോ പൈസ കിട്ടാനുള്ള ആളുകളോട് ചെയ്യുന്നതാണോ? അത് അവരായിട്ട് ഇപ്പം സൻസയ് പറഞ്ഞ പോലെ ഒരു പേരുകേട്ട സമൂഹത്തിൽ അവരെയും നമ്മളും അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരാളെ നമ്മൾ അവരിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അതെ. നിങ്ങൾ മഹല്ലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഈ മഹല്ലപ്പെട്ട ആളാണോ ഈ വ്യക്തി? അതായത് എന്റെ മഹലിലല്ല, പക്ഷെ ഇവൻ ആർക്കും പിടുത്തം കൊടുക്കൂല, അതാണ് ഇവന്റെ ഏറ്റവും വലിയ വിഷയം. അപ്പൊ ആള് കള്ളത്തരായ. എനിക്ക് തീരെ ഉറപ്പില്ല നിങ്ങൾക്ക് പൈസ കിട്ടുന്നുള്ളത്. എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ ഈ സംസാരം കേട്ടിട്ട് എനിക്കറിയില്ല. പക്ഷെ അവന് ഇതിന്റെ അകത്ത് ഇടപെട്ട വേറൊരാളുണ്ട്, പ്രാദേശിക ഒരു നേതാവ്. പക്ഷെ അവനെ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞാൻ പൈസ കൊടുക്കാനുള്ള എല്ലാവർക്കും തിരിച്ചു കൊടുക്കും, പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലെടുത്ത് തരാനില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. നമ്മളെ കോളൊന്നും ഓൻ എന്താക്കൂല, അറ്റൻഡ് ചെയ്യില്ല. എന്റെ ഫോണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. നല്ല സുഹൃത്ത് കേട്ടോ, നല്ല സുഹൃത്ത്. ഇതാ ഈ കടം കൊടുത്ത ആരൊക്കെയാണോ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കേണ്ട, അവർക്ക് കടം കൊടുക്കാം. കടം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താ പറ്റുക, 1 മാസം കഴിഞ്ഞാൽ അവർ നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ വിളിച്ചാൽ അവർക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു ഇതല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ട്, അത് വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ ഞാൻ പറയുള്ളൂ. ട്രാപ്പിൽ പെട്ടുപോയതാണ്, പിന്നെ എന്ത് പ്രതീക്ഷ കൈവിടണ്ടെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നന്നാവട്ടെ ഏതായാലും. ഓക്കെ, താങ്ക് യു. All right, next caller please.